എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് പറഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. വിവാഹ തടസ്സം മാറിക്കിട്ടാൻ ഏറ്റവും ഒരു ലളിതമായ ഒരു വഴിയാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ പോലെയല്ല ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ആ മണ്ണിൽ തന്നെ നിൽക്കുമ്പോൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു എന്താ പറയുക, അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പരിഹാരം കിട്ടുന്നതായിരിക്കും. അത്രയും ശക്തി സ്വരൂപിണിയാണ് ചോറ്റാനിക്കര ഭഗവതി. അപ്പോൾ വിവാഹപരമായി ബന്ധപ്പെട്ട് നമ്മൾ ചോറ്റാനിക്കര പോകുന്ന ഭക്തജനങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഇത് ശ്രദ്ധയോടെ കേട്ട് ഈ ഒരു കാര്യം വിശ്വാസപൂർവ്വം ചെയ്യുക. വേറെ ഒന്നുമല്ല, നമ്മൾ ചോറ്റാനിക്കര ദർശനം നടത്തുമ്പോഴത്തേക്ക് ശിവൻ്റെ ഫ്രണ്ടിൽ തന്നെ പവിഴിമല്ലിത്തറയുണ്ട്. പവിഴമല്ലിത്തറ, ഈ പവിഴിമല്ലിത്തറയിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ആൾരൂപം നേരത്തെ മേടിക്കുക. അത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നേരത്തെ ഈ ആൾരൂപം മേടിച്ച് വെക്കുക. ഒന്നെങ്കിൽ അമ്പലത്തിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അമ്പലത്തിൽ കുറച്ച് ആൾരൂപങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ കടകളിലൊക്കെ കാണും. ചിലപ്പോൾ നമ്മൾ ധൃതി വെച്ച് പോകുമ്പോഴത്തേക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്പലത്തിൻ്റെ പരിസരത്തുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പൂജാക്കടയിലൊക്കെ ഈ പറയുന്ന ആൾരൂപങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിവാഹം നടക്കാൻ വേണ്ടി, അതായത് ഒരു മകൻ്റെ കല്യാണം നടക്കുന്നില്ല, അപ്പോൾ മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി നല്ലൊരു പെൺകുട്ടി കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീയുടെ ആൾരൂപം വേണം മേടിക്കാൻ. ഒരു സ്ത്രീയുടെ ഒരു ചെറിയ, നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് മേടിച്ചാൽ മതി. എന്നിട്ട് ചെറുക്കൻ്റെ അച്ഛനോ ഇല്ലെങ്കിൽ അമ്മയോ ഈ ആൾരൂപം എടുത്തിട്ട് പവിഴമല്ലിത്തറയിൽ 7 പ്രദക്ഷിണം വെക്കും. എന്തായാലും ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് നമുക്ക് വലത്ത് വെക്കാൻ പറ്റുന്നില്ല, കാരണം തിരക്കുള്ളത് കൊണ്ട് ഒരു വലത്തിട്ട് തന്നെ നമ്മളെ പുറത്തിറക്കും. അതുകൊണ്ടാണ് നമ്മൾ പവിഴമല്ലിത്തറയിൽ 7 ഈ ആൾരൂപം പിടിച്ചിട്ട് എൻ്റെ മകന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടണേ, വിവാഹ തടസ്സം മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വലത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് അമ്മയുടെ നടയെ സമർപ്പിക്കാൻ ഈ ആൾരൂപങ്ങളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി അവിടെ കാണിക്ക വെച്ചിട്ടുണ്ട്. ആ കാണിക്കയിലേക്ക് ഇട്ടാലും മതി. അത് അവിടെ ഉള്ള സെക്യൂരിറ്റിക്കാരോടൊന്ന് ചോദിച്ചാൽ മതി, ആൾരൂപമുണ്ട്, ഇത് നടയെ വെക്കണോ അതോ ഇല്ലെങ്കിൽ കാണിക്കൽ സമർപ്പിക്കണമെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വെക്കുക. ഞാൻ പോകുന്ന സമയത്തൊക്കെ ചിലവർ ആൾരൂപം കാണിക്കാത്തിടുന്നത് കണ്ടിട്ടുണ്ട്, ചിലവർ നടയെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക. നമ്മുടെ വിശ്വാസപൂർവ്വം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് വിവാഹത്തിനുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പുരുഷൻ്റെ ഒരു ആൾരൂപം മേടിച്ചിട്ട് അച്ഛനോ അമ്മയോ 7 പ്രദക്ഷിണം പവിഴമല്ലിത്തറയിൽ പ്രദക്ഷിണം ചെയ്ത് നല്ലപോലെ പ്രാർത്ഥിച്ച് ചോറ്റാനിക്കര അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഏകദേശം ഒരു 90 ദിവസത്തിനുള്ള നല്ല നല്ല ആലോചനകൾ വരെ വിവാഹപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ചോറ്റാനിക്കരയെ പോകുമ്പോഴത്തേക്ക് പെൺകുട്ടിക്കാണെങ്കിൽ ഒരു പുരുഷൻ്റെ ആൾരൂപം മേടിച്ച് പവിഴമല്ലിത്തറയിൽ 7 പ്രദക്ഷിണം വെച്ച് അമ്മയ്ക്ക് കൊണ്ട് സമർപ്പിക്കുക. അഥവാ പുരുഷന്മാരാണെങ്കിൽ ഒരു സ്ത്രീയുടെ ആൾരൂപം മേടിച്ചിട്ട് വിവാഹ തടസ്സം മാറുമെന്ന് പ്രാർത്ഥിച്ച് അച്ഛനോ അമ്മയോ 7 പ്രദക്ഷിണം വെച്ച് ചോറ്റാനിക്കരമ്മയുടെ നടയെ കൊണ്ടുവെക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിവാഹപരമായ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. നമ്മുടെ ജാതകദോഷം കൂടെ പരിഹരിക്കാൻ വേണ്ടി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചനയും കൂടെ ചെയ്യുക. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിവാഹപരമായ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നമ്മൾ ഏതൊരു വഴിപാട് ചെയ്യുമ്പോഴും നമുക്കൊരു വിശ്വാസമുണ്ട്, ചോറ്റാനിക്കര അമ്പലത്തിൽ ഇത് ഞാൻ ചെയ്യുമ്പം എൻ്റെ മകൻ്റെ വിവാഹ തടസ്സം മാറിക്കിട്ട് എന്നുള്ള ആത്മാർത്ഥമായ ഒരു വിശ്വാസം അമ്മയിലേക്ക് സമർപ്പിക്കുക. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നല്ല ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ മക്കളുടെ വിവാഹം തീർച്ചയായിട്ടും നടക്കും. ഒത്തിരി അമ്മമാരൊക്കെ ഉണ്ട്, മക്കൾക്ക് 30 വയസ്സായില്ലെങ്കിൽ 38 വയസ്സായി 40 വയസ്സായിട്ട് വിവാഹം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബ്രോക്കർമാർക്കൊക്കെ ഇഷ്ടംപോലെ പൈസകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബ്ലൂറോ, അതായത് മാരേജ് ബ്ലൂറോ ഒക്കെ കാണും, അവിടെ ചെന്ന് കണ്ട് പറഞ്ഞ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് പത്രത്തിൽ കൊടുക്കാം, ബ്ലൂറോ അല്ലെന്ന് വെച്ചിട്ട്. ഈ മാട്രിമോണിയൊക്കെ നമ്മൾ പറയുമ്പം ഇന്ന് വിളിച്ച ആൾക്കാരല്ലായിരിക്കും നാളെ അവർ ഫോൺ എടുക്കണം, അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ ബ്ലൂറോയുടെ ഓഫീസൊക്കെ ആണെങ്കിൽ നമുക്ക് കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ധൈര്യമായിട്ട് പറയാം, ഞങ്ങൾ പൈസ അടച്ചാലേ നമുക്ക് ഇതുവരെ ഒരു ആലോചന പോലും വന്നില്ലെന്ന്. അങ്ങനെയുള്ള വിശ്വാസമായ രീതിയിൽ തന്നെ നമ്മൾ ഇത് മുന്നോട്ട് പോവുക. പിന്നെ പല ആൾക്കാരോടൊക്കെ പറയുക. അപ്പോൾ ദോഷം മാറുന്ന അനുസരിച്ച് നമ്മൾ
പല പല ആൾക്കാരോട് പറയുമ്പോൾ അനുയോജ്യമായ ആലോചനകൾ നമ്മളെ തേടിയെത്തുന്നതാണ്. അപ്പോൾ ചോറ്റാനിക്കരയിൽ പോകുന്ന ഭക്തജനങ്ങൾ ഈ പവിഴമല്ലിത്തറ 7 പ്രദക്ഷിണം വെച്ചിട്ട് ചോറ്റാനിക്കരമ്മയ്ക്ക് സമർപ്പിക്കുക. ഒപ്പം തന്നെ കീഴ്ക്കാവിൽ നമ്മുടെ യഥാശക്തി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കളുടെ കല്യാണം 90 ദിവസത്തിനകം നടത്തും. നടന്നതിന് ശേഷം മാത്രം നമ്മൾ കൊണ്ടാകുന്ന വഴിപാട് അമ്മയ്ക്ക് സമർപ്പിക്കുക. അത് ഭക്തജനങ്ങൾ ഇത് വെക്കുമ്പം അമ്മ എൻ്റെ മകൻ്റെ കല്യാണം നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു വഴിപാട് സമർപ്പിക്കുന്നെങ്കിൽ അവരെ ഞാൻ നടയെ വന്ന് തൊഴിപ്പിച്ചേക്കാം, താമരമാല സമർപ്പിച്ചേക്കാം. അത് നമ്മുടെ ഭക്തിയാൽ നേരുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇതുവരെ വിവാഹ കാര്യങ്ങൾ നടക്കാത്ത കുട്ടികളുടെ ഗ്രഹനില ഒന്ന് അയച്ചു തരിക. ആ ഗ്രഹനില ഏത് പാവഗ്രഹമാണ് വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ആ ഗ്രഹനില നോക്കി പരിഹാരം കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരാം.